ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धु दीनबन्धु जगत्पदे गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानं पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे राम राम हरे हरे, हरे कृष्ण 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 हरे राम राम हरे हरे। मुखं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हृदि यस्य प्रेरणाय प्रवृत्तिदोगं भरागरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വായിച്ചു തുടങ്ങുന്നത്, പഠിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അത പുംഭിർദ്വിജാശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുഷ്ഠിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അത പുംഭിർദ്വിജാശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അത പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. യെസ്. ഹരേ കൃഷ്ണ. അഥാ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമാ വിഭാഗശഃ സ്വനിഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. ഹരേ കൃഷ്ണ. ആരെങ്കിലും? ഹരേ കൃഷ്ണ. അതാ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമാ വിഭാഗശഃ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും വായിക്കുന്നു? ഓക്കെ. Translation and purport by Srila Prabhupada. Srila Prabhupada ki jai. O best among the twice born, it is therefore concluded that the highest perfection one can achieve by discharging the duties prescribed for one's own occupation according to the caste divisions and orders of life is to please the Supreme Personality of the Godhead. സോ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? തശ്രദ്ധാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയ പശ്യന്തി ആത്മനി ചാത്മാനം ഭക്ത്യ ശ്രുത ഗൃഹീതയ. ജ്ഞാനവൈരാഗ്യയുക്തയ, അതായത് ശ്രദ്ധാന മുനയോ, സീരിയസ് ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള മുനയോ, സേജസ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി. ജ്ഞാനവൈരാഗ്യയുക്തയ, ജ്ഞാനം കൊണ്ടും വൈരാഗ്യം. ജ്ഞാനം വൈരാഗ്യം നമ്മൾ ഓൾറെഡി അറിയാം. ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ വാസുദേവേ ഭഗവതി എന്ന് പറയുന്ന ശ്ലോകത്തിൽ നമ്മൾ കണ്ടു.
ഭക്തി സേവനങ്ങളിലൂടെ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം എന്തിൽ നിന്നാണ് ഡിറ്റാച്ച്മെൻറ്റ്? മെറ്റീരിയൽ കാര്യം, ഭൗതിക കാര്യങ്ങളിൽ നിന്ന്. ജ്ഞാനം വൈരാഗ്യം, ജ്ഞാനത്തോടു കൂടിയും വൈരാഗ്യത്തോടു കൂടിയും realizes that absolute truth by rendering devotional service in terms of what he has heard from the Vedanta Shruti. So, ഭഗവാനെക്കുറിച്ചുള്ള ഭക്തിയ ശ്രുത ഗ്രഹീതായ, ഇപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഭക്തിയുത സേവനങ്ങളിലൂടെ പരമസത്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആർക്ക്? സീരിയസ് ആയിട്ട് ശ്രദ്ധാന എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. അതായത് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഭക്തിയുത സേവനങ്ങൾ, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അത് പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ നോളജും അല്ലെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പരമസത്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അതുകൊണ്ട് അത പുംബിർ, അത എന്ന് പറഞ്ഞാൽ പുംഭി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും ദ്വിജശ്രേഷ്ഠ. അതായത് ഇത് ആര് തമ്മിലുള്ള കോൺവെർസേഷനാണ്? ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണത്? യെസ്, സൂത ഗോസ്വാമി, ഓക്കെ. ഇത് ആരാ പറയുന്നത്? ഇപ്പോൾ സൂത ഗോസ്വാമിയാണോ ശൗനക ഋഷിയാണോ? ഓക്കെ. ദ്വിജശ്രേഷ്ഠ സൂത ഗോസ്വാമിയാണെന്ന് ഉറപ്പാണോ? നോക്കണോ? ഓക്കെ. ദ്വിജ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണരിൽ വെച്ച് ദ്വിജ എന്ന് പറഞ്ഞാൽ ട്വൈസ് ബോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതായത് ദ്വിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജന്മമുള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് നമ്മുടെ ബയോളജിക്കൽ ജന്മം, നമ്മൾ അമ്മയിൽ നിന്ന് നമ്മൾ ജനിക്കുന്നു, അതൊന്ന് ബയോളജിക്കൽ. 2 ദീക്ഷ കിട്ടുന്നതിന് ശേഷം, അതാണ് രണ്ടാമത്തെ ജന്മം. നമ്മുടെ ഗുരുവിൽ നിന്ന്, ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ കിട്ടിയതിന് ശേഷം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ജന്മമാണത്. അങ്ങനെയാണ്. അപ്പോൾ ദ്വിജരിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ള ആൾ എന്നാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി ദ്വിജബന്ധു എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. ദ്വിജബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നല്ലൊരു ജന്മമുണ്ട്, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നു, പക്ഷേ ഒരു പക്ഷേ ദീക്ഷയും കിട്ടുന്നുണ്ടാവും, പക്ഷെ വേണ്ട രീതിയിൽ ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യാത്തവരെ ദ്വിജബന്ധു എന്ന് പറയും. അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർ. എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ ദ്വിജബന്ധു എന്ന് പറയും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു അഭിസംബോധനയാണ്. എന്നാൽ ദ്വിജശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായിട്ടുള്ള, ദ്വിജരിൽ വെച്ച് ശ്രേഷ്ഠൻ. വർണ്ണാശ്രമ, ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വർണ്ണാശ്രമ വിഭാഗശ. വർണ്ണാശ്രമം നമുക്കറിയാം, 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അല്ലേ. വർണ്ണാശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ? സ്വനുശിഷ്ടസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഡ്യൂട്ടികൾ, ധർമ്മം. വർണ്ണാശ്രമം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് അല്ലേ. ക്ഷത്രിയരുടെ ധർമ്മം, ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ ധർമ്മം, ഇതെല്ലാം വൈശ്യർക്കുണ്ട്, ശൂദ്രർക്കുണ്ട്. ഇനി സന്യാസം, ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർക്ക്, ബ്രഹ്മചാരി ആശ്രമത്തിലുള്ളവർക്ക്, വാനപ്രസ്ഥർ സന്യാസി ആശ്രമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ധർമ്മമുണ്ട് ചെയ്യാൻ. അവരുടേതായിട്ടുള്ള സ്വനുഷ്ഠസ്യ ധർമ്മമുണ്ട്, അവനവൻ്റേതായിട്ടുള്ള പ്രിസ്ക്രൈബായിട്ടുള്ള ഡ്യൂട്ടീസുണ്ട്, അല്ലെങ്കിൽ ധർമ്മം ചെയ്യാനുണ്ട്. എന്നാൽ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് പറയുന്നത്. വർണ്ണാശ്രമ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എയിം അല്ലെങ്കിൽ ഗോൾ? വേറെ ഒന്നുമല്ല, സംസിദ്ധിർ ഹരിതോഷണം. അതായത് ഭഗവാന്റെ പ്രീതിക്കായിട്ട്. ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ. ഹരിയുടെ തോഷണം,
ഭഗവാന്റെ പ്രീതിക്കായിട്ടായിരിക്കണം ഈ ധർമ്മങ്ങളൊക്കെ. അപ്പോൾ വർണ്ണാശ്രമത്തിൻ്റെ ഉദ്ദേശം തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ അതാണ്. ഓക്കെ, വർണ്ണാശ്രമത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ആക്ച്വലി ഈ വർണ്ണം ആശ്രമം നമ്മളെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കുവാനും ഒക്കെയാണ് ഈ വർണ്ണാശ്രമ ധർമ്മം ഭഗവാൻ തന്നിട്ടുള്ളത്. ആക്ച്വലി വർണ്ണാശ്രമധർമ്മം ആക്ച്വലി ഈ ഭൗതിക ലോകത്തിൽ മാത്രമുള്ളതാണ്. ആധ്യാത്മ ലോകത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ശുദ്ധഭക്തരാണ്. ഇവിടെ എല്ലാവർക്കും സമാധാനപരമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആ സിസ്റ്റം ഭഗവാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, വർണ്ണാശ്രമം. എന്നാൽ അതിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ ഉദ്ദേശം, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭക്തി, ശുദ്ധ ഭക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇവിടെ സുഖമായിട്ട് ജീവിച്ച് പോവുക എന്നുള്ളതല്ല. അതിനപ്പുറത്തും ഒരു എയിമുണ്ട്, അതാണ് പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എന്ന് പറയുന്നത് നോക്കാം. ഹ്യൂമൻ സൊസൈറ്റി ഓൾ ഓവർ ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 castes ആൻഡ് 4 orders ഓഫ് ലൈഫ്. ഇതാണ് 4 വർണ്ണം, 4 ആശ്രമം. 4 castes ആർ ദ ഇൻ്റലിജൻറ്റ് കാസ്റ്റ്, ദ മാർഷ്യൽ കാസ്റ്റ്, ദ പ്രൊഡക്റ്റീവ് കാസ്റ്റ് ആൻഡ് ലേബർ കാസ്റ്റ്. ഇതാണ് മാർഷ്യൽ കാസ്റ്റ്. ഇത് പറയുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. These castes are classified in terms of one's work and qualification and not by birth. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത്, കർമ്മം കൊണ്ടാണ്, അല്ലേ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അപ്പോൾ ഓരോ ഈ പറയുന്ന 4 വിഭാഗങ്ങളുള്ളത് നമ്മൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ക്ഷത്രിയനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ക്ഷത്രിയൻ്റേതായിട്ടുള്ള ധർമ്മം ചെയ്യുന്നുണ്ടോ? ക്ഷത്രിയകുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആവുന്നില്ല. അതേപോലെ ബ്രാഹ്മണനായി ജനിച്ചു, ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബ്രാഹ്മണരെന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ വിളിക്കാൻ സാധിക്കില്ല. അതാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ. അതായത് അവർ ചെയ്യുന്ന ഗുണങ്ങളനുസരിച്ച്, അവർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ, അവർ ചെയ്യുന്ന ഡ്യൂട്ടികൾ, അവർ ചെയ്യുന്നത് കർമ്മങ്ങളെ അനുസരിച്ചിട്ടാണ് അവർ ബ്രാഹ്മണരാണോ, വൈശ്യരാണോ, ശൂദ്രരാണോ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് മാത്രമല്ല. അപ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് പല ആളുകളും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് അവർ ഒരുപാട് പവർ സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നവരാണ് അത് പറയുന്നതെങ്കിൽ അതിനർത്ഥമുണ്ട്, ഇല്ലാത്തവർ പറയുകയാണെങ്കിൽ അതിനർത്ഥമില്ല. അതാണ്. So then again there are 4 orders of life, namely student life, brahmachari, householder life, grihastha, retired life, vanaprastha, devotional life, sannyasa. അതാണ് 4 ആശ്രമം. In the best interest of human society, there must be such divisions of life. Otherwise, no social institution can grow in a state. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ ഉള്ളത്? പ്രോപ്പറായിട്ടുള്ള ഡിവിഷൻ ഇല്ലെങ്കിൽ ഈ സൊസൈറ്റി പ്രോപ്പർലി മുന്നോട്ട് പോവില്ല. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്ന് വെച്ചാൽ ഈ 4 അല്ലെങ്കിൽ ഈ വർണ്ണാശ്രമ ധർമ്മം പ്രോപ്പർലി ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്, ഇങ്ങനെ ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വർണ്ണ ആശ്രമം ഫോളോ ചെയ്യുന്ന കാലത്ത്, ഇപ്പോൾ ദ്വാപരയുഗം വരെ ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു, പ്രോപ്പറായിട്ട് എല്ലാവരും അത് ഫോളോ ചെയ്തിരുന്നു. ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ക്ഷത്രിയരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, വൈശ്യരും ശൂദ്രരും അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു, ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല, വേണ്ട കാര്യങ്ങൾ വേണ്ടവർ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു നല്ലൊരു രാജ്യം അല്ലെങ്കിൽ നല്ലൊരു ലോകം ആക്ച്വലി നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഈ വർണ്ണാശ്രമം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് ഫർദർ പറയുന്നു, ആൻഡ് ഇൻ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദ എബോവ് മെൻഷൻ ഡിവിഷൻസ് ഓഫ് ലൈഫ്, അതാണ് ദ എയിം മസ്റ്റ് ബി ടു പ്ലീസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. സോ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ, നമ്മൾ വർണ്ണാശ്രമം ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫൈനൽ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സംസിദ്ധിർ ഹരി തോഷണം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ മറക്കരുത്. This institutional function of human society is known as the system of Varnashrama Dharma, which is quite natural for the civilized life. The Varnashrama institution is constructed to enable one to realize the absolute truth. It is not for the artificial domination of one division over the other. അതാണ്. അപ്പോൾ വർണ്ണാശ്രമ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ളത് ഭഗവാനെ മനസ്സിലാക്കുവാനും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരെയും ആ ഒരു തലത്തിലേക്ക്, ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നു മറ്റാളെ എന്നുള്ളതല്ല. അതിലല്ല കാര്യം. ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ ഡോമിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. കാര്യം പ്രോപ്പർ സിസ്റ്റം ഇല്ല, പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ്. വെൻ ദ എയിം ഓഫ് ലൈഫ്, ദാറ്റ് ഈസ്, ഇപ്പോൾ എയിം ഓഫ് എ ലൈഫ് എന്താണ് ശില പ്രഭുപാദി പറയുന്നത്? റിയലൈസേഷൻ ഓഫ് ആബ്സലൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അതിൽ പരമസത്യമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുന്നു. എന്നാലല്ലേ നമ്മളും ഭഗവാനും നമ്മളെ കണക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഭഗവാനെ മനസ്സിലാക്കുക, നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എയിം. ഈസ് മിസ്ഡ് ബൈ ടു മച്ച് അറ്റാച്ച്മെൻറ്റ് ഫോർ ഇന്ദ്രിയ പ്രീതി ഓർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ആസ് ഓൾറെഡി ഡിസ്കസ് ഹിയർ ഇൻ ബിഫോർ, the institution of Varnashrama is utilized by selfish men to pose an artificial prominence over the weaker section. So പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രിയ പ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖഭോഗവും. അപ്പോൾ ഈ ഒരു എയിം മറന്നുകൊണ്ട്, എന്താണ് വർണ്ണാശ്രമത്തിൻ്റെ എയിം എന്ന് മറന്നുകൊണ്ട്, ഗോള് മറന്നുകൊണ്ട് ആളുകൾ ഇന്ദ്രിയ പ്രീതിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഈ വർണ്ണാശ്രമത്തെ വളച്ചൊടിക്കുമ്പോൾ, അതിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട മിസ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് ഒരാൾക്ക് ഡോമിനൻസ് വരുന്നത്. ബ്രാഹ്മണർ പറയുന്നു ഞങ്ങളാണ് ശ്രേഷ്ഠർ, ബാക്കിയുള്ളവർക്ക് ഒന്നിനുമുള്ള അധികാരമില്ല എന്ന് അവർ പറയുന്നു. ക്ഷത്രിയർ പറയുന്നു അവരുടേതായിട്ടുള്ള സെൽഫിഷ് അജണ്ടകൾ കൊണ്ടുവരുന്നു. വൈശ്യർ അവരുടെ രീതിയിൽ അജണ്ട കൊണ്ടുവരുന്നു. ശൂദ്രർ പറയുന്നു ഞങ്ങൾക്ക് ബ്രാഹ്മണർ ചെയ്യുന്ന കാര്യം ചെയ്യണം എന്ന് പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇന്ദ്രിയ പ്രീതി അനുസരിച്ച്, അല്ലെങ്കിൽ സെൽഫിഷ് മോട്ടീവ് വരുമ്പോഴാണ് ഈ ഒരു സിസ്റ്റം തകർന്നു പോകുന്നത്. അതാണ് പറയുന്നത്. ഇൻ ദ കലിയുഗ ഓർ ഇൻ ദ ഏജ് ഓഫ് ക്വാറൽ, ദിസ് ആർട്ടിഫിഷ്യൽ predominance is already current, but the saner section of the people know it well that the divisions of caste and orders of life are meant for smooth social intercourse and high thinking self-realization and not for any other purpose. So കലിയുഗത്തിൽ ഓൾറെഡി ഇത് തകർന്നു. വർണ്ണാശ്രമം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ആളുകൾ ഡോമിനൻസ്, അതായത് ഇന്ദ്രിയ പ്രീതിക്കായിട്ടുള്ള ആ ഒരു ബോധത്തോടു കൂടി അവർ ഡോമിനൻസ് കാണിക്കുന്നു. അവർ പറയുന്നു കാസ്റ്റ് ഡിവിഷനൊക്കെ കൊണ്ടുവന്ന് ആകെ വളരെ മോശമാക്കിയിട്ടുള്ള അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. ആക്ച്വലി ഒരു കാസ്റ്റ് ഡിവിഷൻ എന്നുള്ള രീതിയിലായിരുന്നില്ല ഇതൊരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റമായിരുന്നു. അത് സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മനസമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഈ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് ആളുകൾ ഡോമിനേറ്റ് ചെയ്ത് വരുന്നു. ചില കാസ്റ്റുകൾ പറയുന്നത് ഞങ്ങളാണ് നിങ്ങളെക്കാൾ വലുതെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം ആക്ച്വലി ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കില്ല കലിയുഗത്തിൽ. എന്നാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിസ്റ്റമൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഹിയർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഭാഗവതം ഈസ് ദാറ്റ് ദ ഹയസ്റ്റ് എയിം ഓഫ് ലൈഫ് or the highest perfection of the institution of the Varnashrama Dharma is to cooperate jointly for the satisfaction of the Supreme Lord. അതാണ് ഇപ്പോൾ നമ്മുടെ എയിം. ഇപ്പോൾ ഏത് വർണ്ണമാണെങ്കിലും ഏത് ആശ്രമമാണെങ്കിലും നമ്മുടെ സെൻറ്റർ പോയിന്റ് ഭഗവാനാണെങ്കിൽ എല്ലാവരും കോപ്പറേറ്റീവ്ലി, എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ശൂദ്രനായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും തോന്നില്ല, അതായത് ഞാൻ ബ്രാഹ്മണൻ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണൻ്റെ പൊസിഷൻ വേണം. അങ്ങനെയല്ല, അങ്ങനെ ആരും വിചാരിക്കില്ല. പ്രോപ്പർലി വർണ്ണാശ്രമധർമ്മം ഫോളോ ചെയ്യുകയാണെങ്കിൽ ശൂദ്രരായിട്ടുള്ളവർ, അവർക്കും അവബോധമുണ്ട്, അവർക്കും അറിയാം ഇതിൻ്റെ ഉദ്ദേശം ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മം എന്താണോ അത് ഞാൻ ചെയ്യുന്നു. ആ ധർമ്മത്തിലൂടെ ഞാൻ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു, സന്തോഷമാണ് അല്ലേ? ഇപ്പോൾ നാമം ജപിക്കാനോ ഭക്തി സേവനങ്ങൾ ചെയ്യാനോ ഈ പറയുന്ന 4 വർണ്ണമാണെങ്കിൽ ആശ്രമമാണെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിൽ ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ അതാണ് എയിം, അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേഷൻ ഉണ്ടാവും.
അല്ലേ? കോപ്പറേഷൻ ഉണ്ടാവും. കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആ എയിമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്താൻ നോക്കുന്നു. ഇതില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കൺഫേംഡ് ഇൻ ഭഗവത്ഗീത. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപീമാം വിദ്യ അകർത്താരം അവ്യയം. ഇതാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഭഗവാനും പറയുന്നു ഭഗവത്ഗീതയിൽ, ഞാനാണ് ഈ പറയുന്ന ചാതുർവർണ്ണം, ഈ വർണ്ണാശ്രമം സൃഷ്ടിച്ചിട്ടുള്ളത് ഞാനാണ്. ഭഗവാൻ പറയുന്നു ഈ ഡിവിഷൻ തന്നിട്ടുള്ളത് ഞാനാണ്. എന്തനുസരിച്ചിട്ടാണ്? ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങളും കർമ്മങ്ങളും ജന്മം കൊണ്ടല്ല. ഏത് ഗുണത്തിലാണോ നമ്മളുള്ളത്, കർമ്മം എന്താണോ, ഇതനുസരിച്ചിട്ടാണ് ഈ വിഭാഗം വന്നിട്ടുള്ളത്, ഡിവിഷൻ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഒരു ശ്ലോകം കൂടെ നോക്കാം. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് അടുത്തത്. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യാ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. യെസ്, ഹരേ കൃഷ്ണ. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യാ കീർത്തിതവ്യസ്യ ധ്യേയ പൂജ്യസ്യ നിത്യത. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യാ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. താങ്ക് യു. ഓക്കെ, തസ്മാത് അതുകൊണ്ട്, ഏകേന മനസാ, അതായത് വൺ പോയിന്റഡ്. ഏകേന എന്ന് പറഞ്ഞാൽ വൺ പോയിന്റഡ് മനസ്സ, അതായത് വേറെ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ കേന്ദ്രീകരിച്ച് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആരിലേക്ക്? ഭഗവാൻ സാത്വതാം പതി, ഭഗവാൻ കൃഷ്ണൻ, ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കൂ. അതുകൊണ്ട് ഇവിടെ ഇൻസ്ട്രക്ഷനാണ് പറയുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച. എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത്? അതായത് ശ്രോതവ്യ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു. കീർത്തിതവ്യശ്ച, അതായത് കീർത്തി, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, സ്തുതിക്കുന്നു, നാമം ജപിക്കുന്നു. അതെല്ലാം കീർത്തനത്തിൽ വരുന്നു. ശ്രോതവ്യ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ധ്യേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഓർക്കുക. പൂജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കുക. ച നിത്യത, കോൺസ്റ്റന്റ്ലി. സോ ദെയർഫോർ വിത്ത് വൺ പോയിന്റഡ് അറ്റൻഷൻ, അതാണ് ഇൻസ്ട്രക്ഷൻ തരുന്നത് സൂത ഗോസ്വാമി. വൺ പോയിന്റഡ് അറ്റൻഷൻ, അതായത് ഏകേന മനസ്സ, വൺ ഷുഡ് കോൺസ്റ്റന്റ്ലി. അതുകൊണ്ട് എല്ലാവരും നിത്യമായിട്ട് ഹിയർ ശ്രോതവ്യ, ഗ്ലോറിഫൈ കീർത്തിതവ്യ, റിമെമ്പർ ധ്യേയ, വർഷിപ്പ് പൂജ്യ, നിത്യത എപ്പോഴും. ഹൂ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ഡിവോട്ടീസ്? സാത്വതാം പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ടർ, ഭഗവാൻ സാത്വതാം, ഭഗവാൻ പ്രൊട്ടക്ടറാണ്. എല്ലാവരെയും ഭഗവാൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാനെ, ആ പരമദിവ്യതമ പുരുഷൻ കൃഷ്ണനെ നമ്മൾ ഏകേന മനസ്സ, വൺ പോയിന്റഡ് ആയിട്ട് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ജപിക്കുന്നു, ഓർക്കുന്നു, ആരാധിക്കുന്നു. മനോഹരമായിട്ടുള്ള ശ്ലോകം. തസ്മാത് ഏകേന മനസ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. ഓക്കെ, ശ്രീല പ്രഭുപാദിൻ്റെ പർപ്പോട്ടിൽ നോക്കാം എന്താണെന്നുള്ളത്. If realization of the absolute truth is the ultimate aim of life, it must be carried out by all means. In any one of the above mentioned castes or orders of life, the four processes, namely glorifying, hearing, remembering and worshipping, are general occupations. അതാണ് നമ്മൾ നേരത്തെ ഓൾറെഡി ഈ പോയിന്റ് പറഞ്ഞു. അതായത് നമ്മുടെ എയിം ഓഫ് ലൈഫ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവാനെ സംസിദ്ധിർ ഹരിതോഷണമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏത് വർണ്ണമാവട്ടെ, ഏത് ആശ്രമമാവട്ടെ, കുഴപ്പമില്ല. സ്തുതിക്കാനും, ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും, ഓർക്കുവാനും, പൂജിക്കാനും, പൂജ ചെയ്യാനും, അല്ലെങ്കിൽ ആരാധിക്കാനും, നാമം ജപിക്കാനും എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് വർണ്ണവും ഏത് ആശ്രമത്തിലും.
Without these principles of life, no one can exist. Activities of living beings involve engagements in these 4 different principles of life. Especially in modern society, all activities are more or less dependent on hearing and glorifying. സോ ഈ പ്രിൻസിപ്പിൾസ് ഇല്ലാതെ നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതായത് നമുക്ക് സമാധാനപരമായിട്ടൊരു ജീവിക്കാൻ സാധിക്കില്ല. അതാണ് പ്രഭുജി പറയുന്നു, എസ്പെഷ്യലി ഇൻ മോഡേൺ സൊസൈറ്റി ഓൾ ആക്ടിവിറ്റീസ് ആർ മോർ ഓർ ലെസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിയറിംഗ് ആൻഡ് ഗ്ലോറിഫൈങ്. എനി മാൻ ഫ്രം എനി സോഷ്യൽ സ്റ്റാറ്റസ് ബിക്കം എ വെൽ നോൺ മാൻ ഇൻ ഹ്യൂമൻ സൊസൈറ്റി വിത്തിൻ എ വെരി ഷോർട്ട് ടൈം ഇഫ് ഹീ സിംപ്ലി ഗ്ലോറിഫൈഡ് ട്രൂലി ഓർ ഫാൾസ്ലി ഇൻ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്. അല്ലേ? അപ്പോൾ ശീല പ്രഭാത് പറയുന്നു, ഈ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. അതായത് ഒരുപാട് പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആളുകൾ ന്യൂസ് പേപ്പറിലും TV ചാനൽസിലും ഒക്കെ പറയുന്നു. അങ്ങനെ അത് സോഷ്യൽ സ്റ്റാറ്റസായി മാറുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കണം, അത് ശിലപ്രഭുത് ഫർദർ പറയും, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സംടൈംസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് പർട്ടിക്കുലർ പാർട്ടി ആർ ഓൾസോ അഡ്വർടൈസ്ഡ് ബൈ ന്യൂസ് പേപ്പർ പ്രോപ്പഗാൻഡ ആൻഡ് ബൈ സച്ച് എ മെത്തേഡ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് മാൻ ബിക്കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാൻ വിതിൻ നോ ടൈം. കറക്റ്റാണ്. അതായത് ഒന്നുമല്ലാത്ത ആള് ഫേമസ് ആയി മാറുന്നു. പല ഫാൾസ് പ്രൊപ്പഗാൻഡ, ചിലപ്പോൾ ന്യൂസ് പേപ്പർ ആവാം, അതാവാം, ഇതാവാം, എന്തൊക്കെ നടന്നിട്ടുണ്ട്. എന്തൊക്കെ, അതായത് ഒന്നും വേണ്ട ഫേമസ് ആവാൻ. ഈവൻ കേട്ടിട്ടുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഫേമസ് ആവുന്നു. ഞാനൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാറാരോഗം ക്യാൻസർ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം 2 കൊല്ലം കൂടെ ജീവിക്കുള്ളൂ, അല്ല അദ്ദേഹം കുറച്ച് മാസങ്ങളെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പൈസയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനിയുള്ള ജീവിതം, ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെയും വെച്ചു. അപ്പോൾ ഇദ്ദേഹം പോകുന്നിടത്തേക്ക് ക്യാമറയായിട്ട് ഒരാൾ കൂടെ പോകുന്നു. ഇതൊരു TV ഷോയായി മാറുന്നു. അദ്ദേഹം ഫേമസ് ആവുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത കാര്യമാണ്, ഒരു പ്രസക്തിയില്ല. ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ആളുകളുടെ സമയം പോകുന്നു. ഏറ്റവും ഹൈ റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതേപോലെയാണ് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത്. ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നത് അതാണ്. ശീലപ്രഭാത് പറയുന്നത്, ഒരു പ്രസക്തിയില്ലാത്ത ആളുകൾക്ക് പോലും ഇവിടെ ഫേമസ് ആവാൻ സാധിക്കും. But such propaganda by false glorification of an unqualified person cannot bring about any good either for a particular man or the society. സത്യമല്ലേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ അങ്ങനത്തെ ആളെ കൊണ്ട്? ആർക്കാണ് പ്രയോജനം? കേൾക്കുന്ന ആൾക്കാർക്കും പ്രയോജനമില്ല, ആ വ്യക്തിക്കും പ്രയോജനമില്ല. എല്ലാവർക്കും സമയം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ലോകം. There may be some temporary reaction to such propaganda, but there are no permanent effects. പെർമനൻ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തി ഫേമസ് ആവുന്നുണ്ടാവും, ഒരുപക്ഷെ ആ വ്യക്തിക്ക് കുറേ പൈസ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആളുകളുടെ ഇടയിൽ നല്ല പേര് ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. പക്ഷെ വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം താൽക്കാലികമാണ്. ആ ഒരു ജന്മത്തിലുള്ളതാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മരണത്തോടുകൂടി എല്ലാം പോകുന്നു. എല്ലാ ഡെസിഗ്നേഷൻസും എല്ലാ പ്രോസ്പെറിറ്റിയും എല്ലാം നശിക്കുന്നു. പെർമനൻ്റ് ആയിട്ടുള്ളൊരു അസെറ്റ് അല്ല ഇത്. അതാണ് പ്രഭുജി പറയുന്നത്, therefore such activities are waste of time. സത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകിൽ പോകുന്നവരും അത് ചെയ്യുന്നവരും എല്ലാവർക്കും വേസ്റ്റ് ഓഫ് ടൈമാണ്, സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ ആക്ച്വൽ ഒബ്ജക്റ്റ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഹു ഹാസ് ക്രിയേറ്റഡ് എവറിത്തിങ് മാനിഫെസ്റ്റഡ് ബിഫോർ us. സോ ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാളെയാണ്, ഭഗവാനെയും ഭഗവാന്റെ പ്രതിനിധികളെയും, ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ശുദ്ധ ഭക്തരെയും ഗുരുജനങ്ങളെ, ആചാര്യന്മാരെ, അവരെയൊക്കെ നമ്മൾ സ്തുതിക്കും. കാര്യം ഭഗവാനെ സ്തുതിക്കുന്നതിന് പോലെ തന്നെയാണ് അവരെ സ്തുതിക്കുന്നതും. ഇതാണ് നമ്മുടെ പർപ്പസ്. അല്ലാതെ ഈ കണ്ണി കണ്ട ആൾക്കാർ, നമ്മൾ ചുറ്റും കാണുന്ന ആളുകളെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ വ്യക്തികളുടെ ഫോൾസിഗോ കൂടുന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ നമ്മളിപ്പോൾ അവരെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ല ശുദ്ധീകരണം നടക്കുമോ? ഇല്ല. എന്നാൽ നമ്മൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിലോ, ഭഗവാനെ നമ്മൾ സ്തുതിക്കുകയാണെങ്കിലോ, ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിലോ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുന്നു, നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. എന്നാൽ മറ്റുള്ള ആളുകളെക്കുറിച്ച്
നമ്മൾ കേൾക്കുകയോ സ്തുതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അടുക്കുന്നതിന് പകരം അകന്ന് പോകുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല. വി ഹാവ് ബ്രോഡ്ലി ഡിസ്കസ്, ശില പ്രഭുപാദ് പറയുന്നു ഫർദർ, വി ഹാവ് ബ്രോഡ്ലി ഡിസ്കസ് ദാറ്റ് ദിസ് ഫാക്ട് ഫ്രോം ദ ബിഗിനിങ് ഓഫ് ജന്മാദ്യസ്യ ശ്ലോക ഓഫ് ദിസ് ഭാഗവതം. ആദ്യത്തെ ശ്ലോകം മുതൽ ശില പ്രഭുപാദ് പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ദ ടെൻഡൻസി ടു ഗ്ലോറിഫൈ അതേഴ്സ് ഓർ ഹിയർ അതേഴ്സ് മസ്റ്റ് ബി ടേൺ ടു ദ റിയൽ ഒബ്ജക്റ്റ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ, ദ സുപ്രീം ബീങ്, ആൻഡ് ദാറ്റ് വിൽ ബ്രിങ് ഹാപ്പിനെസ്. അപ്പോൾ എന്താണ് നമ്മൾ കേൾക്കേണ്ടത്, എന്താണ് നമ്മൾ സ്തുതിക്കേണ്ടത്, ആരെയാണ് സ്തുതിക്കേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്? ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് മാത്രം. അതാണ് ആക്ച്വൽ നമ്മുടെ എല്ലാവിധ ഈ ലോകത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നതിൻ്റെ കാരണം വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തസ്മാത് ഏകേന മനസ ഭഗവാൻ സാത്വതാംപതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധേയ പൂജ്യ ച നിത്യത. ഭഗവാനെക്കുറിച്ച് കേൾക്കുക, സ്തുതിക്കുക, ഓർക്കുക, ജപിക്കുക, ആരാധിക്കുക. നിത്യത എപ്പോഴും വൺ പോയിന്റഡ്, ഏകേന മനസ. ഹരേ കൃഷ്ണ. താങ്ക് യു.